കുറേ ചോദ്യങ്ങൾ വരുന്നതിലത്തെ ഒന്നാണ് വഞ്ചിപ്പാട്ടുകൾ. അപ്പോൾ വള്ളംകളിയുടെ വഞ്ചിപ്പാട്ടും അല്ലാത്ത വഞ്ചിപ്പാട്ടും ഉണ്ട്. തിരുവാതിരക്കളിക്ക് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്യൂണും ഉണ്ട്, എന്നാൽ വള്ളംകളിക്ക് ഉപയോഗിക്കുന്നതും ഉണ്ട്. അപ്പം അത് തമ്മിലുള്ളൊരു വ്യത്യാസം. ഒരേ പാട്ട് എങ്ങനെയൊക്കെ നമുക്ക് 2-3 തരത്തിൽ അവതരിപ്പിക്കാം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയായിരിക്കും കാണിച്ചു തരാം, പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വഞ്ചിപ്പാട്ട് അങ്ങ് പഠിക്കാം. ഏറ്റവും സിമ്പിളായ രീതിയിൽ ഒരു വഞ്ചിപ്പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പഠിക്കാം. അപ്പോൾ തുടങ്ങാം. അയ്യോ കുറച്ച് പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ പല താളങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങൾ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കുറച്ച് നല്ലോണം എത്തിക്കഴിഞ്ഞാലേ ഇത് നമുക്ക് കളിക്കാൻ പറ്റും. 1 2 3 4 5 അവിടെ ഇരുന്നു. ഇപ്പം ഇരുന്നത് ഇവിടെ സർക്കിളാണെങ്കിൽ ആ സർക്കിളിലേക്ക് എല്ലാവരോടും ഒന്നിച്ചങ്ങ് കയറിയിട്ട് അവിടെ ഇരുന്നു. ഇനി നമ്മൾ ഇറങ്ങണമല്ലോ. അപ്പം നമ്മളെല്ലാവരും കുഞ്ഞൊരു സർക്കിളായിട്ടാവും നിൽക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ സ്ഥലത്തേക്കല്ല, നമ്മളെവിടുന്നാ വന്നോ അവിടേക്കല്ല ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ഇറങ്ങി പോണ കാല് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമ്മളെല്ലാവരും കൂടെ 5 ചവിട്ടി അവിടെ എത്തി. ഒരു സ്റ്റെപ്പ് അവിടെ സൈലൻ്റ് ആയിട്ട് വന്നു. ഇനി ഇറങ്ങണത് കിട്ടോ സൈലൻറ്റ്. അപ്പോൾ കണ്ട അവരവിടെ എത്തി അല്ലേ. ഇങ്ങനെ കയറിപ്പോയിട്ട് ആ സൈഡിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഷേപ്പ് മാറിയില്ലേ പോകുന്നതിൻ്റെ. എന്നിട്ട് അവിടെ വീണ്ടും ഈ 1 2 3 എടുക്കുന്നതോട് കൂടി എവിടുന്ന് ഇവർ തുടങ്ങിയോ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ ചാനലിനകത്ത് തന്നെ ഉണ്ട്, കണ്ടു നോക്കൂ.